നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മുഗ്ളായി ഷാഹി പനീർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മുഗ്ളായി പനീർ കറിക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മുഴുവൻ മസാല ആയിട്ട് 3 ഗ്രാമ്പും 1 കഷ്ണം കറുവാപ്പട്ടയും 2-3 മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത് അത് ചേർത്ത് വഴറ്റിയെടുക്കുക. ഫ്രഷായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മേടിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ഉപയോഗിക്കരുത്. അപ്പോൾ അതൊന്ന് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 മുതൽ 4 പച്ചമുളക് വരെ കീറിയത് ചേർത്ത് ഒന്ന് വഴറ്റുക. ഒരു 2 സെക്കൻഡ് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സവാള മഷി പോലെ അരച്ചെടുത്തതാണ്. ഇങ്ങനെ ക്രീമായിട്ട് 1 സവാളയാണ്. 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചതാണ്. അത് നല്ലോണം നമുക്കിനി വഴറ്റിയെടുക്കണം. സവാളയിലുള്ള വെള്ളത്തിൻ്റെ അംശം നന്നായി വറ്റി കിട്ടണം. അത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വറ്റിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. കളറും ടെക്സ്ചറും എല്ലാം മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നല്ലോണം ഇത് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് സോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുമാതിരി നമുക്ക് കിട്ടണം. ഏതാണ്ട് 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് സോട്ട് ചെയ്യണം. ഞാനതിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാഷ്യൂ, അതായത് ഒരു പിടി കാഷ്യൂ നട്ട് എടുത്തിട്ട് അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കാഷ്യൂ പേസ്റ്റ് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നല്ലോണം മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. കാഷ്യൂ ഒക്കെ ബേൺ ആയി പോവും. ഇനി ഇത് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് പുളിയില്ലാത്ത 1/4 കപ്പ് തൈര്, പുളിയില്ലാത്തതാവാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ യോഗേർട്ടാണ് ചേർത്തിട്ടുള്ളത്. അതാകുമ്പോൾ പുളിപ്പ് അധികം കാണില്ല. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് നല്ലോണം മിക്സായി കിട്ടണം. അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഞാനിതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിരിക്കാം. നമ്മൾ വീട്ടിൽ ഗരം മസാല പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക നല്ല ഒരു ഫ്ലേവറാണ്. കറിക്കൊക്കെ നല്ല ടേസ്റ്റും നല്ല മണവും കൊടുക്കും. അപ്പം നമ്മൾ കഴിയുന്നതും വീട്ടിൽ ഗരം മസാല പൊടിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പം അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം. ആവശ്യത്തിന് മതിയോ എന്നുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി കറിക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക.
ഗ്രേവി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം പനീർ ഒന്ന് ഓയിലിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാഫ്രൺ ഒരു 4-5 സ്ട്രാൻഡ്സ് എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം വെച്ചതാണ്. അത് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഫ്രഷ് ക്രീം കൂടെ ചേർക്കാനുണ്ട്. ഫൈനലായിട്ട് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം, നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം 1/4 കപ്പ് ചേർക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. റിച്ചായിട്ടുള്ള ഒരു കറിയാണിത്. റോട്ടി, ചപ്പാത്തി, ബട്ടൂര, റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലോട്ട് ഈ കറി മാറ്റി വയ്ക്കാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് ഇത് മാറ്റാം. മുഗളായി ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് തയ്യാറാക്കിയ ഷാഹി പനീറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.